ഹലോ കുട്ടികളെ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ നമ്മുടെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട തിയറിയും ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഭയങ്കര എളുപ്പമാണ്. ഈ കാര്യങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നോക്കാം. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻസ്. ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇലക്ട്രോൺ എമിഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫാസ്റ്റ് റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺ എമിഷൻ, ഒരു ബോഡി, ആ ബോഡിയുടെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുന്ന ഫിനോമിനയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഇലക്ട്രോൺ എമിഷൻ. ഓക്കെ ഓക്കെ അപ്പോൾ ഇലക്ട്രോൺ എമിഷൻ പ്രാക്ടിക്കലി മെറ്റൽസിലാണ് പോസിബിൾ ആയിട്ടുള്ളത്, ഈസി ആയിട്ട് നടക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെഫിനിഷനിൽ പറയുമ്പോൾ ഇലക്ട്രോൺ എമിഷൻ എന്ന് വെച്ചാൽ ഈസ് എ ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി മെറ്റൽ സർഫസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോൺ എമിഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് ടേംസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് നോക്കാം. അതിൽ ഇതാ വർക്ക് ഫങ്ഷൻ ഓഫ് ദി മെറ്റൽ എന്നൊക്കെ പറയും. വർക്ക് ഫങ്ഷൻ, ഈ ഇലക്ട്രോൺ എമിഷൻ മെയിനായിട്ട് നമ്മൾ പ്രാക്ടിക്കലി നടക്കുന്നത് മെറ്റൽസിലായതുകൊണ്ടാണ് വർക്ക് ഫങ്ഷൻ ഓഫ് ദി മെറ്റൽ എന്നൊക്കെ പറയുന്നത്. ജനറലായിട്ട് വർക്ക് ഫങ്ഷൻ എന്ന് പറയാം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക 50 എന്ന്. ഓക്കെ, അതെന്താണെന്നോ, ഒരു മെറ്റലിൻ്റെ വർക്ക് ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടാൻ മിനിമം എത്ര എനർജി വേണം, ദാറ്റ് ഈസ് ദി വർക്ക് ഫങ്ഷൻ ഓഫ് ദാറ്റ് മെറ്റൽ. അപ്പോൾ വർക്ക് ഫങ്ഷൻ എന്താ? ഇറ്റ് ഈസ് ദി മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു ജസ്റ്റ് എമിറ്റ് ഫ്രം ദി മെറ്റൽ സർഫസ്. ഓക്കെ, അപ്പോൾ ഇത് എനർജി ആണല്ലോ. അപ്പോൾ ഈ 50 എന്ന് പറയുന്നത് എന്താ? എനർജിയാണ്. എനർജിയുടെ SI യൂണിറ്റ് എന്താ? SI യൂണിറ്റ് ഓഫ് 50 ഏതാ? ജൂള് തന്നെയാണ്, സംശയമൊന്നുമില്ല. ബട്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് എന്തല്ല, ജൂളല്ല. അതെന്താണെന്നോ, നമ്മുടെ EV അതെന്താ? ഇലക്ട്രോൺ വോൾട്ട്. ഓർമ്മയുണ്ടല്ലോ, 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ എത്ര ജൂളാ? 1.6 × 10⁻⁻19 ജൂൾസ്. പഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണേ. ഓക്കെ, അപ്പോൾ എന്താ പഠിച്ചത്? വർക്ക് ഫങ്ഷൻ എന്താണെന്നും പിന്നെ അതിൻ്റെ SI യൂണിറ്റും പഠിച്ചു, പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റും പഠിച്ചു. ഇലക്ട്രോൺ വോൾട്ട്, 1 ഇലക്ട്രോൺ വോൾട്ട് എത്രയാണെന്ന് പഠിച്ചു, 1.6 × 10⁻⁻19 ജൂൾസ്. ഓക്കെ, ദെൻ നോക്കൂ, ഈ ഇലക്ട്രോൺ എമിഷൻ പല ടൈപ്പ് ഉണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് തെർമയോണിക് എമിഷൻ പറഞ്ഞു പോകാനേ ഉള്ളൂ. തെർമയോണിക് എമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ഫങ്ഷൻ കൊടുക്കുന്നത് നമ്മൾ ചൂടാക്കിയിട്ടാണെങ്കിൽ, ഓക്കെ, ഇൻ തെർമയോണിക് എമിഷൻ വർക്ക് ഫങ്ഷൻ ഈസ് ഗിവൺ ബൈ ദി ഹീറ്റ് എനർജി. ഒരു മെറ്റലിനെ ചൂടാക്കുമ്പോൾ അതിന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ തെർമയോണിക് എമിഷൻ എന്ന് വിളിക്കുക. സെക്കൻഡ് നമുക്ക് പറയാൻ പറ്റുന്നത് ഫീൽഡ് എമിഷൻ. ഒരു മെറ്റൽ വെക്കുക, ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസിനെ അത് പറിച്ച് പുറത്തേക്കിടും. ആര്? ഫീൽഡ്. അതിനെയാണ് നമുക്കറിയാലോ, F=Q ഇങ്ങനെ ഫോഴ്സ് വരും, അപ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും. അതിനെയാണ് ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ദെൻ തേർഡ് വൺ സെക്കൻഡറി എമിഷൻ. ഓക്കെ, സെക്കൻഡറി എമിഷൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്ന നോട്ടിൽ അവൈലബിൾ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി. സെക്കൻഡറി എമിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഫങ്ഷൻ ഈസ് ഗിവൺ ബൈ ദി കൈനറ്റിക് എനർജി ഓഫ് ഫാസ്റ്റ് മൂവിങ് എലമെൻ്ററി പാർട്ടിക്കിൾസ് ഹിറ്റിംഗ് ഓൺ ഇറ്റ്. ഒരു മെറ്റൽ സർഫസിലേക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഏതെങ്കിലും പാർട്ടിക്കിളിനെ അതിലേക്ക് ഹിറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി അതിനെന്തായിട്ട് എന്ത് കൊടുക്കും? വർക്ക് ഫങ്ഷൻ കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി എമിഷൻ എന്ന് പറയുക. യെസ്, ഫോർത്ത് വൺ, യെസ്, അതാണ് നമുക്ക് വേണ്ട സാധനം, നമ്മുടെ സിലബസിൽ മെയിനായിട്ട് കിടക്കുന്നത്. അതേതാ? ഫോട്ടോ എമിഷൻ. സിമ്പിളാ. എന്താ അത്? ഫോട്ടോ എമിഷൻ. ഇപ്പം ലൈറ്റ് നിങ്ങൾക്കറിയാലോ, എനർജി ആണല്ലോ. ഓക്കെ, ഈ ഫോട്ടോ എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ സർഫസിൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അതിന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് വർക്ക് ഫങ്ഷൻ ഈസ് ഗിവൺ ബൈ ദി ലൈറ്റ് എനർജി ഫോളോയിങ് ഓൺ ഇറ്റ്. ഒരു മെറ്റൽ സർഫസിൽ ഫോളോ ചെയ്യുന്ന ലൈറ്റ് എനർജിയാണ് വർക്ക് ഫങ്ഷൻ കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? ഫോട്ടോ എമിഷൻ എന്നാണ് പറയുക. ഓക്കെ, യെസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ഹെൻറിച്ച് ഹെർട്സ് ഇത് കുറച്ചുകൂടെ അനലൈസ് ചെയ്ത്
അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഫിനോമിനൻ. അതേതാ? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഈ ഫോട്ടോ എമിഷൻ അനലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിനോമിനനാണ്. ലൈറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നതാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ അതെന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്സ്? ആ ഡെഫിനിഷൻ ഒന്ന് കേട്ടോ. സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള, നിങ്ങൾക്കറിയാം അതിന് മുമ്പേ ചെറിയൊരു കാര്യം, ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ഒരു ലൈറ്റിൻ്റെ എനർജി എന്താ? ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. നിങ്ങൾ അറിഞ്ഞിരിക്കണേ, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, ന്യൂ എന്താ? ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് റേഡിയേഷൻ എന്നാണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. പിന്നെ നിങ്ങൾ അറിയണം ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. ന്യൂ എന്ന് വെച്ചാൽ സി വി ബൈ ലാംഡ അല്ലേ? ഫ്രീക്വൻസി എന്ന് വെച്ചാൽ വെലോസിറ്റി ബൈ വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇങ്ങനെ വരും. ഇത് രണ്ടും എന്താ? എനർജിയുടെ ഇക്വേഷൻസാണ്. ഇതെന്താ? സി കൊടുത്ത വെലോസിറ്റി ഓഫ് ലൈറ്റ്, ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ എനർജി ഉള്ള ലൈറ്റ് ഒരു മെറ്റൽ സർഫസ് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്ന ഫിനോമിനെ ഇദ്ദേഹം വിളിച്ചു, ഹെൻറി ഹെർട്സ് അനലൈസ് ചെയ്ത് ഇദ്ദേഹം വിളിച്ചു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന്. ഓക്കെ, അങ്ങനെ എമിറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിനെ അദ്ദേഹം വിളിച്ചു ഫോട്ടോ ഇലക്ട്രോൺസ്. ആൻഡ് കറണ്ട് സോ പ്രൊഡ്യൂസ്ഡ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇങ്ങനെ പുറത്തേക്ക് ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ, മെറ്റൽ സർഫസിൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് ചാടുന്ന ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. ഈ ഫോട്ടോ ഇലക്ട്രോൺസ് നമ്മൾ വയറിലൂടെ ഫ്ലോ ചെയ്യിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കും എന്ത്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന്. അതിന് നമ്മൾ IP എന്നാണ് സഫിക്സ് കൊടുക്കുക. ഈ ചാപ്റ്ററിൽ I സഫിക്സ് P എന്ന് വെച്ചാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അല്ലെ ഫോട്ടോ കറണ്ട് എന്ന് വിളിക്കും. ഓക്കെ, യെസ്. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് കയറുക. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ദ ഫിനോമിന ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇസ് ഡിസ്കവേർഡ് ബൈ ഹെൻറി ഹെർട്സ്. സയൻറ്റിസ്റ്റ് പേര് ഓർത്ത് വെച്ചോളാം, ഇമ്പോർട്ടൻ്റാണ്. ഈ മോഡലിന് ചോദിച്ചതാ കേട്ടാ, നിങ്ങൾ പഠിച്ചേക്കണം. പിന്നെ ദ ഫിനോമിന ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വാസ് എക്സ്പെരിമെൻ്റലി സ്റ്റഡീഡ് ബൈ രണ്ട് സയൻറ്റിസ്റ്റുകളാണ്. ഏതാണോ? ലീനാർഡ് ആൻഡ് ഹോൾവാഷ്. അത് നമുക്ക് അവരുടെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു സയൻറ്റിസ്റ്റും കൂടെ പേര് ഓർക്കണം. എന്താണെന്നോ? ദ ഫിനോമിന ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വാസ് സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻഡ് ബൈ ആൽബർട്ട് ഐൻസ്റ്റീൻ. മറന്നുകൊണ്ടേ, ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഫോട്ടോൺ തിയറി വെച്ചിട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അദ്ദേഹം സക്സസ്ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ എമിഷൻ, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ലൈറ്റിൻ്റെ ഹിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ എനർജി, ഫ്രീക്വൻസി, ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് വർക്ക് ഫംഗ്ഷൻ്റെ ഫോമിൽ. നോക്കാം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോണേ, ശ്രദ്ധിച്ചിരുന്നോണം, വളരെ ഇമ്പോർട്ടൻ്റാണ്. വർക്ക് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. വർക്ക് ഫംഗ്ഷൻ φ0 ഈസ് ഈക്വൽ ടു φ0 എന്ന് വെച്ചാൽ എന്താ? മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു ജസ്റ്റ് എമിറ്റ് ഫ്രം ദി മെറ്റൽ സർഫസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് ചാടാൻ വേണ്ട മിനിമം എനർജി. ഓക്കെ, അത് ഫോട്ടോണാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ എനർജീനെ നമ്മൾ എച്ച് ന്യൂ എന്നാണ് കൊടുക്കുക അല്ലേ? എന്നുവെച്ചാൽ ലൈറ്റ് എനർജീൻ്റെ നമ്മൾ ഫോട്ടോൺ എന്നാണ് വിളിക്കുക. എന്താ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പാർട്ടിക്കിൾ നോൺ ആസ് ഫോട്ടോൺസ്. ഇങ്ങനെ ലൈറ്റ് റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫോട്ടോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾസിൻ്റെ കണ്ടിന്യൂസ് ഫ്ലോ എന്നാണ് നമ്മുടെ ഫോട്ടോൺ തിയറി പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു റേഡിയേഷൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റേഡിയേഷൻ്റെ എനർജി എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് വെച്ചാലോ ആ ലൈറ്റിൻ്റെ n × h ന്യൂ ആണ് കേട്ടോ. എച്ച് ന്യൂ എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് വെച്ചാൽ എന്താ? ഒരു ഫോട്ടോണിൻ്റെ എനർജി. അപ്പോൾ ഒരു റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ധാരാളം മില്യൺസ് ഓഫ് ഫോട്ടോൺസ് ഒക്കെയാണ് വന്ന് ഹീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ഫോട്ടോൺ. ഇതെന്താ? n എന്താ? നമ്പർ ഓഫ് ഫോട്ടോൺ ഇൻറ്റു ഒരു ഫോട്ടോണിൻ്റെ എനർജി. അതെന്താ? എച്ച് ന്യൂ. ഓക്കെ, യെസ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. ഇനി നോക്കൂ നിങ്ങൾ, ഇതാ വർക്ക് ഫംഗ്ഷൻ നമുക്ക് എനർജിയുടെ ഫോമിൽ ഇങ്ങനെ എഴുതാം. φ0 = h ν0. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ν0നെ നമ്മൾ വിളിക്കും ത്രഷോൾഡ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മിനിമം വേണ്ടതിനെയാണ് നമ്മൾ ത്രഷോൾഡ് എന്ന് പറയുക. ത്രഷോൾഡ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ വർക്ക് ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം hc/λ0. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ λ0നെ നമ്മൾ വിളിക്കും ത്രഷോൾഡ് ലാംഡ, ത്രഷോൾഡ് വേവ് ലെങ്ത്.
ഓക്കെ. അപ്പോൾ ഈ എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്ന് നോക്കാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മിനിമം ഫ്രീക്വൻസി ഓഫ് ഫോട്ടോ ഇമിഷൻ. ഫോട്ടോ ഇമിഷൻ നടക്കാൻ വേണ്ട മിനിമം ഫ്രീക്വൻസിനെയാണ് എന്താ പറയുക, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുക. അപ്പോൾ ശ്രദ്ധിച്ചോണം, ആ ഫ്രീക്വൻസിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഫോട്ടോ ഇമിഷൻ നടക്കും, ആ ഫ്രീക്വൻസിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഇമിഷൻ നടക്കില്ല. മനസ്സിലായോ? എന്ത് ഇൻസിഡൻറ്റ് ഫോട്ടോൻ്റെ ഹിറ്റ് ചെയ്യുന്ന ഫോട്ടോൻ്റെ ഫ്രീക്വൻസി നമ്മുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കുറഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഫോട്ടോ എമിഷൻ നടക്കില്ല. കൂടിയാൽ ഫോട്ടോ എമിഷൻ നടക്കും. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്തെങ്കിലും പറയും, 100 ഹെർട്സ് അങ്ങനത്തെയൊക്കെ പറയും. എന്നിട്ട് പറയും 75 ആണെങ്കിൽ പറ്റുമോ, 110 ആണെങ്കിൽ പറ്റുമോ എന്നൊക്കെ. 75 ആണെങ്കിൽ ഫോട്ടോ എമിഷൻ നടക്കില്ല, 110 ആണെങ്കിൽ ഫോട്ടോ എമിഷൻ നടക്കും. ഓക്കെ, അങ്ങനെ. യെസ്, അപ്പോൾ ത്രെഷോൾഡ് മനസ്സിലായി. ഇറ്റ് ഈസ് എ മിനിമം ത്രെഷോൾഡ് ഫ്രീക്വൻസി മനസ്സിലായി. ഇറ്റ് ഈസ് എ മിനിമം ഫ്രീക്വൻസി ഫോർ ഫോട്ടോ എമിഷൻ. ബട്ട് ത്രെഷോൾഡ് വേവ് ലെങ്ത് ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇത് അടിയിലാണ് കണ്ടോ, എനർജിയുടെ അടിയിലാണ്. അതെന്താ? ഇറ്റ് ഈസ് ഈ മാക്സിമം വേവ് ലെങ്ത് ഫോർ ഫോട്ടോ എമിഷൻ. ആ വേവ് ലെങ്തിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഫോട്ടോ എമിഷൻ നടക്കില്ല, ആ വേവ് ലെങ്തിനേക്കാൾ കുറഞ്ഞാലാണ് ഫോട്ടോ എമിഷൻ നടക്കുക കേട്ടോ. ശ്രദ്ധിച്ചോണം. ഓക്കെ, അതാണ് ത്രെഷോൾഡ് വേവ് ലെങ്ത്. ഓക്കെ, യെസ്, ഇതാണ് ഞാൻ ആ പറഞ്ഞ കേസ്. ഞാൻ വന്ന ക്വസ്റ്റ്യനും ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കേട്ടോ. യെസ്, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഹോൾവാഷിൻ്റെയും ലിനാർഡിൻ്റെയും എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 1-2 ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇമ്പോർട്ടൻ്റാണ്. നോക്കാം, നമുക്ക് നോക്കൂ. ലിനാർഡ് ആൻഡ് ഹോൾവാഷ്, ഇവർ രണ്ടുപേരുമാണ്. ഓക്കെ, എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ചെയ്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കൂ. എങ്ങനെയാണ്, ഏതാണ് അവരുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്നൊക്കെ നോക്കാം. നോക്കൂ, ഇവർ ചെയ്തിരിക്കുന്നത് ഒരു വാക്യൂം ട്യൂബ്. ഇതൊരു വാക്യൂം ട്യൂബാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് മാത്രം കയറാൻ വേണ്ടി ഇൻസിഡൻറ്റ് ഫോട്ടോൺ ഇങ്ങനെ ഇതിലൂടെയാണ് കയറാൻ വേണ്ടി ഒരു ഒരു ഹോൾ സെറ്റപ്പ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോഡിനെ നമ്മൾ എ എന്നും ഇതിനെ സി എന്നും, ഇത് ആനോഡ് എന്നുള്ള പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക. ഇനീഷ്യലി ഇത് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു ഇതുകൊണ്ടാണ് സി എന്നും എന്നും കൊടുത്തത്. ഓക്കെ, ദെൻ ഇത് ഇങ്ങനെ ബാറ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്. ആദ്യം നമുക്ക് ഇവിടെ എന്താ കൊടുക്കുക, നെഗറ്റീവ്, ഇങ്ങനെ ഒരു ഹൈ ടെൻഷൻ ബാറ്ററി കൊടുക്കും. ഓക്കെ, ഇവിടെ ഒരു മൈക്രോ അമ്മീറ്റർ, ചെറിയ കറണ്ട് ആയിരിക്കും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയാണ് നമ്മൾ മൈക്രോ അമ്മീറ്റർ കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഇത് ഈ കീ റിവേഴ്സിബിൾ ആണ്. എന്താ ഈ സൈഡ് റിവേഴ്സിബിൾ കീ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് വേണമെങ്കിൽ അതിനെ തിരിച്ചും ആക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ എൻഡ് ഇപ്പോൾ ഈ എൻഡ് നെഗറ്റീവ്, ഈ എൻഡ് പോസിറ്റീവ് അല്ലേ, അതിനെ തിരിച്ചും ആക്കാം. ഓക്കെ, അത് ഷോർട്ട് കട്ടായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുക കേട്ടോ. റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ മീൻ, റിവേഴ്സിബിൾ കീ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യും, ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ, ഈ ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ ഈ സിയും ഈ എയും ഇതിനെ ക്രോസ് ആയുള്ള വോൾട്ടേജ് എത്രയാണ് കൊടുക്കുന്നതെന്നുള്ള അറിയാൻ വേണ്ടി നമ്മളിവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. എന്ന് കൊടുക്കാം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിലൂടെയാണ് ലൈറ്റ് കയറുക. ഇൻസിഡൻ്റ് ലൈറ്റ് ഇങ്ങനെ കയറും, ഇൻസിഡൻ്റ് റേഡിയേഷൻ ഇതിലൂടെ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ലിനാർഡ് ഹോൾവാഷും കൂടെ ഉണ്ടാക്കിയ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണിത്. ഇതൊരു വാക്യൂം ട്യൂബാണ്. ഇതെന്താ, ഒരു വാക്യൂം ട്യൂബാണ്. അതിനകത്ത് ഒരു ഓബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല. ഇനി കേട്ടോ എന്താണെന്നുള്ളത്,
ഇതാ ഇവിടെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും എനർജി ഉണ്ടാവില്ല. E=hν എനർജി ഉള്ള ഒരു ഫോട്ടോന്റെ എനർജിയാണ് hν. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുമ്പോൾ nhν ടോട്ടൽ എനർജി. hν ഒരു ഫോട്ടോൺ എനർജി ഉള്ള റേഡിയേഷൻ ഇങ്ങനെ വന്നിട്ട് ഈ സിയിൽ ഹിറ്റ് ചെയ്യുമ്പോൾ സി ഒരു ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റാണ്, ഒരു ഇലക്ട്രോഡാണ്, പക്ഷെ ഫോട്ടോ സെൻസിറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർക്ക് ഫംഗ്ഷൻ കുറച്ച് കുറവാണെന്ന് അർത്ഥം, പെട്ടെന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള, അതായത് സ്യൂട്ടബിൾ എനർജി ഉള്ള ലൈറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ആവും. ഓക്കെ, എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ഇതാ ഇങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ഇങ്ങനെ പുറത്തേക്ക് ചാടും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു, ഇനി പറയുന്നതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അപ്പോൾ ഇതാണ് മെറ്റൽ പ്ലേറ്റ് സി. ഇതിലേക്ക് അപ്പോൾ ഈ സി എന്ന് പറയുന്ന മെറ്റൽ പ്ലേറ്റിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഒരു 2 ഇലക്ട്രോൺ വോൾട്ടാന്ന് വിചാരിച്ചു. എക്സാമ്പിൾ പറയാം. 2 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇതിൽ നിന്ന് ഏറ്റവും പുറത്ത് കിടക്കുന്ന ഔട്ടർ ലെയറിലുള്ള ഏറ്റവും ഫസ്റ്റ് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിനെ പുറത്തേക്ക് ചാടിക്കാൻ വേണ്ട എനർജിയാണ് അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്നൊക്കെ ഇലക്ട്രോൺസ്, അതിൻ്റെ ഡൗൺ ലേയേഴ്സ് നിന്നൊക്കെ ഇലക്ട്രോൺസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടും. കേട്ടോ, ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഏറ്റവും ഓർക്കേണ്ട കാര്യം, ഒരു ഫോട്ടോൺ തിയറി പറയുന്നത്, ഫോട്ടോൺ ക്വാണ്ടൈസേഷൻ പറയുന്നത് ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒരു ഫോട്ടോൺ, ഈ ഇൻസിഡന്റ് ഫോട്ടോണിന് ഇപ്പോൾ 10 ഇലക്ട്രോൺ വോൾട്ടാന്ന് വെച്ചോളൂ, ഇതിൻ്റെ വർക്ക് ഫംഗ്ഷൻ 2 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് ഒരു ഇലക്ട്രോണിൽ ഈ ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോൾ 5 ഇലക്ട്രോൺ എമിറ്റ് ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? 10 ഇലക്ട്രോൺ വോൾട്ടാണ് ഇതിൻ്റെ കയ്യിലുള്ളത്, പക്ഷേ 2 ആണ് ഒന്ന് എമിറ്റ് ചെയ്യാൻ വേണ്ടത്. പക്ഷേ 5 ഇത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ 2 ചാടാൻ 2 വേണ്ടൂ, അപ്പോൾ 10 ഉണ്ട്. അപ്പോൾ 5 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫോട്ടോൺ എന്ത് ചെയ്യും? ആ 10 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന എനർജിയും ആർക്കിനെ കൊടുക്കുക? ഒരു ഇലക്ട്രോണിനാണ് കൊടുക്കുക. അപ്പോൾ ആ ഇലക്ട്രോൺ എന്താവും? ചാടാൻ വേണ്ടി 2 ഉപയോഗിക്കും. പിന്നെ 8 ഉണ്ട്, അതെന്തിനു വേണ്ടി ഉപയോഗിക്കും? ഓടാൻ വേണ്ടി ഉപയോഗിക്കും. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ആയിട്ട് മാറും അതിൻ്റെ. അതുകൊണ്ടാണ് ഇതിങ്ങനെ തെറിച്ച് വരുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങനെ ഇതിലൂടെ കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്നാണ് ഇലക്ട്രോൺ എമിറ്റ് ചെയ്ത്, ഇവിടെ ഇലക്ട്രോൺ എത്തി, അപ്പോൾ ഒരു കറണ്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഇങ്ങനെ, അപ്പോൾ കറണ്ട് ഇങ്ങനെ ഓപ്പോസിറ്റ്. ഓക്കെ, IP എന്നും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, സ്മോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 0 വോൾട്ട് കൊടുത്താൽ പോലും, ഇവിടെ 0 വോൾട്ട് കൊടുത്താൽ പോലും ഇവിടെയുള്ള കൈനറ്റിക് എനർജി തെറിച്ച് വരുന്ന ഇലക്ട്രോൺസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. അപ്പോൾ ആദ്യം ചാടുന്നതിന് എന്തുണ്ടാവും? 2 ആണെങ്കിലും റിമൈനിങ് 8 ഇലക്ട്രോൺ വോൾട്ട് എക്സസ് ഉണ്ടാവും, അത് കൈനറ്റിക് എനർജിയായി മാറും. പിന്നെ ഡൗൺ ലേയേഴ്സ് എന്നൊക്കെ ചാടുമ്പോൾ കൂടുതൽ എനർജി ചാടാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പുറത്തേക്ക് ചാടിയിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ ഒക്കെ കൈനറ്റിക് എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ മാക്സിമം കൈനറ്റിക് എനർജി എന്തായിരിക്കും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വർക്ക് ഫംഗ്ഷൻ കഴിച്ചാൽ ബാക്കിയുള്ളത്, അതാണ് മാക്സിമം കൈനറ്റിക് എനർജി. അപ്പോൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി എത്രയാണ് വരിക? വർക്ക് ഫംഗ്ഷൻ 2 ആണ്. എന്ന് വെച്ചാൽ ആദ്യം ചാടുന്ന ഇലക്ട്രോൺ, ഏറ്റവും ഈസി ആയിട്ട് ചാടുന്ന ഇലക്ട്രോൺ 2 ആണ്. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി 8 ഇലക്ട്രോൺ വോൾട്ടാണ് ഇതിൻ്റെ കേസിൽ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ഇനി അപ്പോൾ ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസ് ആണ് ഇവിടെ ചാടി നിൽക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒരു ഒരാളുടെ ഹെൽപ്പും ഇല്ലാതെ തന്നെ കൈനറ്റിക് എനർജി കാരണം തിരിച്ച് ഇവിടെ എത്തുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൂടാതെ ഞാൻ ഇവിടെ 1, 2, 3 എന്ന് വോൾട്ടേജ് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോൺസിന് ഇവിടെയൊക്കെ കൈനറ്റിക് എനർജി കുറവുള്ളത് ഇവിടെയൊക്കെ തളർന്നിരിക്കുന്നുണ്ടാവും, അവരെയൊക്കെ അട്രാക്ട് ചെയ്യും, പുള്ളി ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വലിക്കും. അപ്പോൾ IP കൂടി വരും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ IP-നെ എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പിന്നെ ഇൻസിഡന്റ് ഫോട്ടോൺ ഇതാണല്ലോ, അതിന്റെ ഫ്രീക്വൻസി ഇതിനെ എങ്ങനെയൊക്കെയാണ് IP-നെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിന്റെ ഇന്റൻസിറ്റി എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവർ പഠിച്ചിരിക്കുന്നത് ഇതിനകത്ത് എക്സ്പ്ലെയിൻലെസ് സ്റ്റഡി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പഠിക്കണം. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ V എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പഠിക്കണം. ഓക്കെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നെ ഫ്രീക്വൻസി മാറ്റി കളിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് IP-യും
ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇൻറ്റൻസിറ്റി ഐ എന്ന് കൊടുക്കാം. പിന്നെ ഐ പി എന്താ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷനും ഐ പിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നോക്കൂ, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുക. ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി, ദാറ്റ് ഈസ് ടോട്ടൽ എനർജിയാണ്, ടോട്ടൽ എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം എന്നാണ് വരിക, ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഇൻറ്റു എച്ച് ന്യൂ ആ ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം ആ. ദാറ്റ് മീൻസ് ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ്. അത് നിങ്ങളങ്ങ് പഠിച്ചാൽ മതി, ഇത് മുഴുവൻ ഇക്വേഷൻസ് പഠിക്കണമെന്നില്ല. എന്താ, ഒരു ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുക എന്നാണ്. യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ ഹിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുക എന്നാണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് ഹിറ്റ് ചെയ്യുന്നത് കൂടുമ്പോൾ ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കൂടും. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇതാ ഗ്രാഫിക്കലായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഐ പി, ഇവിടെ ഇൻറ്റൻസിറ്റി ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇൻക്രീസസ് ലീനിയർലി, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വരിക കേട്ടോ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളെ ആ ഫൈനൽ റിസൾട്ട്. അത് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസാണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസാണ് അല്ലേ? അത് ഡൗട്ടില്ലല്ലോ. ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണിന് പുറത്തേക്ക് എമിറ്റ് ചെയ്യിക്കും. അപ്പോൾ രണ്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് എമിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് ഫോട്ടോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോണാണ്. ദെൻ വി ഹാവ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോണാണ്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും നിങ്ങൾ നോക്കിയേ. ഫ്രം 1, 2 and 3 നോക്കൂ. ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ പി ആ, എൻ പി ഈസ് പ്രൊപ്പോർഷണൽ എൻ ഇ ആ. അപ്പോൾ ഐ പി ഈസ് പ്രൊപ്പോർഷണൽ എൻ ഇ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഐ പി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കാര്യമാണ് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, എന്ത്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇൻറ്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുക എന്ന് മാത്രമാണ്. ഓക്കെ, യെസ്, അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ നോക്കാം. യെസ്, രണ്ടാമതായി നമുക്ക് പഠിക്കേണ്ടത് ഇതാ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അത് രണ്ട് കേസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട്, ഫ്രീക്വൻസി എച്ച് ന്യൂ എന്നുവെച്ചാൽ എനർജി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഈ ഇൻറ്റൻസിറ്റി മാറ്റി മാറ്റി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഗ്രാഫിക്കലായിട്ട് പഠിക്കണം. ഓക്കെ, അതാണ് കേസ് 1 ആയിട്ട് നമുക്കുള്ളത്. അടുത്ത ഞാൻ രണ്ടാമത്തെ കേസ് ഇത് പറഞ്ഞതിന് ശേഷം പറയാം. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോൾ ഞാനിതാ ആ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി ഞാൻ ഗ്രാഫിക്കലായിട്ട് ഇതാ ഇവിടെ വൈ ആക്സിസിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും എക്സ് ആക്സിസിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും കൊടുക്കുകയാണ്. ഇത് നെഗറ്റീവ്, ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് സൈഡ്. ഓക്കെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരച്ചു. ദെൻ ഇനി പറയാൻ പോകുന്നത് ഇനീഷ്യലി തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളോട് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട്, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ ഈ എക്സാം നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, 10 ഇലക്ട്രോൺ വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. എന്നിട്ട് ഞാൻ ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി I1 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി എടുത്തു. 100 ഫോട്ടോൺസ് ആണ് വരുന്നതെന്ന് വെച്ചോളൂ. 100 ഫോട്ടോൺസ് ഇവിടെ ഹിറ്റ് ചെയ്തു, 100 ഇലക്ട്രോൺസ് എമിറ്റായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളോട്, ഇതിനകത്ത് കുറേ ധാരാളം ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺസാണ്, ഫോട്ടോ ഇലക്ട്രോൺസാണ് ഉണ്ടാകുക ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്സിമം കൈനറ്റിക് എനർജി ഉള്ളത് എത്രയായിരിക്കും? ഈ 10ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാലുള്ളത് 8 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും മാക്സിമം കൈനറ്റിക് എനർജി ഈ എക്സാമ്പിളിൽ അല്ലേ. ഏറ്റവും ഔട്ടർമോസ്റ്റിൽ ഔട്ടർമോസ്റ്റ് ലെയറിൽ നിന്ന് ജമ്പ് ചെയ്ത ഇലക്ട്രോണിനായിരിക്കും മാക്സിമം കൈനറ്റിക് എനർജി. കാരണം അതിന് ചാടാനാണ് ഏറ്റവും കുറവ് എനർജി വേണ്ടത്, വർക്ക് ഫംഗ്ഷൻ. അതിനെ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 20 ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങനെ
ഇവിടത്തേക്ക് ഫ്രീ 0 വോൾട്ടേജിൽ പോലും എത്തി എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ നേരത്തെ. 0 വോൾട്ടേജിൽ പോലും ഇത് 100 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 20 ഇലക്ട്രോൺസ് 0യിൽ പോലും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 0യിൽ പോലും ഇവിടെ IP ഉണ്ടായിരിക്കും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടായിരിക്കും. ഏകദേശം ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, പിന്നീട് ഞാൻ എന്താ ചെയ്യുന്നത്? ഇതിനെ 1, 2, 3 എന്ന് ഞാൻ കൂട്ടുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ തളർന്നിരിക്കുന്ന കുറഞ്ഞ കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺസ് ഇല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യും? നേരത്തെ 20 ആയിട്ട് എത്തിക്കൊണ്ടിരുന്നത് 0 വോൾട്ടേജിൽ. അപ്പോൾ 1 ആകുമ്പോൾ 30 ആവും, 40 ആവും, 50 ആവും, അങ്ങനെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ 100 എത്തും. ഇതെങ്ങനെ അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടി വരികയാണേ. അപ്പോൾ പിന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, 100 ഇവിടെ നിന്ന് എമിറ്റ് ആവുന്ന 100 അവിടെ എത്തുന്നു. പിന്നെ വോൾട്ടേജ് ഇത്ര ഇൻക്രീസ് ചെയ്തിട്ടും കാര്യമില്ല, കൂടുതൽ എത്തില്ല. അപ്പോൾ അത് കറണ്ട് കോൺസ്റ്റൻ്റ് ആവും. ആ കറണ്ടിനെ നമ്മൾ വിളിക്കുക സാച്ചുറേഷൻ കറണ്ട് എന്നാണ്. IS ഞാൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഇൻറ്റൻസിറ്റി I1 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിക്ക് ആയതുകൊണ്ട് അതിനെ ഇങ്ങനെ IS1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം, ഞാനിതിനെ പെട്ടെന്ന് വീണ്ടും 0യിലേക്ക് കൊണ്ടുവന്നു. 0യിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള 20 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. മാക്സിമം കൈനറ്റിക് എനർജി, കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള 20 ഇലക്ട്രോൺസ്, അതിൽ മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോണും ഉണ്ട്. അപ്പോൾ ആ 20 ഇലക്ട്രോൺസ് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിങ്ങ് റിവേഴ്സ് ചെയ്തു. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആക്കി. അപ്പോൾ എന്താ സംഭവിക്കുക? റിവേഴ്സിബിൾ കീ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വന്നു. അപ്പോൾ റിപ്പൾഷൻ കാരണം ഇവിടെ 20 ഇലക്ട്രോൺസ് ഇവിടെ ഫ്രീ ആയിട്ട് എത്തുന്നുണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് എത്തിയ ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ കുറച്ച് എനർജി ഉള്ളതുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എത്തിയ ഇലക്ട്രോണൊക്കെ എന്താവും? ഈ റിപ്പൾഷൻ കാരണം ഇവിടെ നിന്ന് പോകും. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറച്ച് കുറയും. നെഗറ്റീവ് വോൾട്ടേജ് ആയതുകൊണ്ട് ഈ സൈഡിൽ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കുറഞ്ഞു. വീണ്ടും ഞാൻ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുകയാണെങ്കിൽ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുകയാണെങ്കിൽ റിപ്പൾഷൻ കൂടി വരും. അപ്പോൾ അങ്ങനെ കൂടി മാക്സിമം കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺസിനെയും സ്റ്റോപ്പ് ചെയ്യാൻ തക്ക രീതിയിൽ ഇവിടെ വോൾട്ടേജ്, നെഗറ്റീവ് വോൾട്ടേജ് ആവും. അപ്പോൾ ഒരു ഇലക്ട്രോൺ പോലും ഇവിടെ എത്തില്ല, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആയി പോകും. ആ സമയത്ത് എന്താണോ പൊട്ടൻഷ്യൽ, അതിനെ നമ്മൾ പറയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ Kmax ഈക്വൽ ടു കൈനറ്റിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. എനർജി നിങ്ങൾക്കറിയാം, വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് വെച്ചാൽ ചാർജ് ഇൻറ്റു വോൾട്ടേജ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്. Kmax ഈക്വൽ ടു EVS. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. ഈ ഇൻറ്റൻസിറ്റി ഞാൻ കുറച്ച് കൂട്ടി. നേരത്തെ എത്രയായിരുന്നു? 100 ഇലക്ട്രോൺസ് ആണ് എത്തിയെങ്കിൽ ഇപ്പോൾ ഇൻറ്റൻസിറ്റി കുറച്ച് കൂട്ടിയപ്പോൾ 100 ഫോട്ടോൺസ് ആണ് എത്തിയെങ്കിൽ ഇപ്പോൾ കൂട്ടിയപ്പോൾ 120 ഫോട്ടോൺസ് എത്തിയെന്ന് വെച്ചോളൂ. അപ്പോൾ ഇവിടുന്ന് എമിറ്റ് ചെയ്തിരിക്കുന്ന 120 ഫോട്ടോ ഇലക്ട്രോൺസ് ആണ്. അതിൽ ഒരു 30 ഇലക്ട്രോൺസ് ഒക്കെ 0 പോലും ഇവിടെ എത്തുന്നുണ്ടാവും. 0 വോൾട്ടേജിൽ പോലും ഒരു 30 ഒക്കെ എത്തുന്നുണ്ടാവും. ദാറ്റ് ഈസ് ഇവിടെ എത്തുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഞാൻ വോൾട്ടേജ് കൂട്ടും തോറും എന്താവും? കൂടി വരും. നേരത്തെ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും, കൂടി വരും. അപ്പോൾ 120 എമിറ്റ് ചെയ്യുമ്പോൾ 120 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് ഞാൻ എത്ര ഇൻക്രീസ് ചെയ്തിട്ടും കാര്യമില്ല, അത് കോൺസ്റ്റൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിനെ സാച്ചുറേഷൻ കറണ്ട് എന്നാണ് വിളിക്കുക. അത് IS2 എന്ന് കൊടുക്കുക, ഇൻറ്റൻസിറ്റി കൂട്ടി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇൻറ്റൻസിറ്റി കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂട്ടുക എന്ന് മാത്രമാണ്. ഇതിൻ്റെ എനർജി കൂടുന്നില്ല, ഫ്രീക്വൻസി കൂടുന്നില്ല. അതുകൊണ്ട് ഫ്രീക്വൻസി കൂടാത്തതുകൊണ്ട് മാക്സിമം കൈനറ്റിക് എനർജി ഇതിനും എന്ത് തന്നെയായിരിക്കും? 8 തന്നെയായിരിക്കും. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറത്തില്ല ഇങ്ങനെ. ഓക്കെ, ഇനി ഞാൻ ഇൻറ്റൻസിറ്റി വീണ്ടും കൂട്ടി, I3 ആക്കി. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറില്ല. ഇനി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാവും. IS3 എന്ന് കൊടുക്കാം. ഇൻറ്റൻസിറ്റി I3 കറസ്പോണ്ടിങ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ഗ്രാഫ് ഡ്രോ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ 2 കാര്യങ്ങളാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോ. ഫസ്റ്റ് വൺ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ചേഞ്ച് ചെയ്താലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറത്തില്ല. 2, അതൊന്നാമത്തത് പറഞ്ഞു. രണ്ടാമത്തത്, സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസസ് വിത്ത് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. സാച്ചുറേഷൻ കറണ്ട് കൂടി വരും ഇൻറ്റൻസിറ്റി കൂടുന്തോറും.
ഓക്കെ, ഇതാണ് കേസ് 1 ഗ്രാഫ്. ഇനി നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 എന്താണെന്നോ, ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക. ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻറ്റ്, ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്യിക്കും. ഞാൻ ആദ്യം μ1 ഫ്രീക്വൻസി എടുത്തു. അത് നേരത്തെ ആദ്യത്തെ കേസ് തന്നെ നമുക്ക് കേസായിട്ട് തന്നെ എടുക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ IP ഇത് IP, ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോഴേ ആദ്യത്തെ μ1 ഫ്രീക്വൻസി ഉള്ള സമയത്തുള്ള ഗ്രാഫ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇങ്ങനെ ഓക്കെ. ഇത് സാച്ചുറേഷൻ കറണ്ടാണ്, ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ VS. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി മാത്രം കൂട്ടി μ2 ആക്കി, ഇൻറ്റൻസിറ്റി മാറുന്നില്ല. അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണേ, ഇതിപ്പോൾ 10 എന്നുള്ളത് ചിലപ്പോൾ ഒരു 12 ഒക്കെ ആവും. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി എന്താവും, 8 എന്നുള്ളത് രണ്ടാമത്തെ സെക്ഷനിൽ എന്താവും, 10 ഇലക്ട്രോൺ വോൾട്ട് ആവും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 0 വോൾട്ടേജിൽ പോലും ഇവിടെ നേരത്തെ 100 ഇറങ്ങിയപ്പോൾ 20 ആയിരുന്നു എത്തിയിരുന്നത് F0ൽ. എക്സാമ്പിളാണേ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫ്രീക്വൻസി കൂട്ടിയപ്പോൾ എനർജി കൂട്ടി, അപ്പോൾ 20 എന്നുള്ളത് ഒരു 30 ഒക്കെ എത്തുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും ഇവിടെ. പക്ഷേ ഞാൻ പിന്നെ വോൾട്ടേജ് കൂട്ടുമ്പോൾ ഇവിടെ തളർന്നിരിക്കുന്ന ഈ കൈനറ്റിക് എനർജി കുറഞ്ഞ ഇലക്ട്രോൺസ് ഒക്കെ പതുക്കെ അങ്ങോട്ടേക്ക് എത്തും, പുഷ് ചെയ്ത് ഇവിടുന്ന് പുള്ളി ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. പക്ഷേ കൂടത്തില്ല, 100 എത്തുള്ളൂ, അതിൽ കൂടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സാച്ചുറേഷൻ കറണ്ട് മാറത്തില്ല, ഇങ്ങനെ ഉണ്ടാവും. ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലോ മാറും. കാരണം കൂടുതൽ എന്ത് വേണ്ടി വരും, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, സ്റ്റോപ്പ് ആവുള്ളൂ. കാരണം കൈനറ്റിക് എനർജി കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് റിലേഷൻ Kmax ഈക്വൽ ടു എന്താ, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. എന്താ ഈ ചാർജ് എന്ന് കൊടുക്കുന്നത്, ഇലക്ട്രോണിൻ്റെ ചാർജ് ആണല്ലോ അത്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടി. ഇനി ഞാൻ ഫ്രീക്വൻസി വീണ്ടും കൂട്ടാന്ന് വെച്ചോളൂ. അപ്പോൾ ഇൻറ്റൻസിറ്റി മാറാത്തതുകൊണ്ട് സാച്ചുറേഷൻ കറണ്ട് കോൺസ്റ്റൻ്റ്, ഒന്നും ചേഞ്ച് ആവില്ല. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായി, വീണ്ടും മാറി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കൺക്ലൂഷൻ നമുക്ക് ഒന്നാമത്തെ പോയിന്റ്, സാച്ചുറേഷൻ കറണ്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. രണ്ടാമത്തത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് വിത്ത് ദി ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഗ്രാഫും കൂടെ ഉണ്ട്. എന്താണെന്നോ, ഈ ഫ്രീക്വൻസിയും Kmaxും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഫ്രീക്വൻസിയും Kmaxും നോക്കൂ. ഇത് ഫ്രീക്വൻസിയാണ്, ഇത് Kmax ആണ്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്രീക്വൻസി 0 ഇപ്പോൾ ഫ്രീക്വൻസി 0 കൂട്ടി വരികയാണ്. ഈ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്. ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി 1, 2, 3 തന്നെ കൂടി μ0. അതെന്താ, മിനിമം ഫ്രീക്വൻസി ഫോർ ഫോട്ടോ എമിഷൻ. അത് ഞാനിവിടെ കൊടുക്കുകയാണ്. μ0 എന്ന് പറയുന്ന ഫ്രീക്വൻസി ആയി എന്ന് വെച്ചോളൂ. അപ്പോഴാണ് ഫോട്ടോ എമിഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടം വരെ ഫോട്ടോ എമിഷൻ നടക്കത്തില്ല. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആണ്. പിന്നെ ഫോട്ടോ എമിഷൻ നടക്കുമ്പോൾ ഈ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസി ആകുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നിൽക്കത്തേ ഉള്ളൂ. ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ മെറ്റൽ സർഫസിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിൽക്കും, അത്രയേ ഉള്ളൂ. മൂവ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ എനർജി വേണം. ഓക്കെ, അപ്പോൾ പിന്നീട് ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയും ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ കൂടുതലുള്ള ഫ്രീക്വൻസി കംപ്ലീറ്റ് എവിടത്തേക്കാണ് പോവുക, കൂടുതലുള്ള ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എവിടത്തേക്കാണ് പോവുക, കൈനറ്റിക് എനർജി മാക്സിമം കൈനറ്റിക് എനർജിയിലേക്കാണ് പോവുക. അപ്പോൾ ആഫ്റ്റർ ത്രെഷോൾഡ് ഫ്രീക്വൻസി Kmax, maximum kinetic energy increases linearly with the frequency of incident radiation. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പം ഇതിന് സിമിലർ ആയിട്ട് വേറൊരു ഗ്രാഫും കൂടെ ഉണ്ട്, ഒന്ന് കേട്ടോളൂ.
ഇവിടെ ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫ്. ഇവിടെ ഞാൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നത് നോക്കൂ. ഈ ത്രഷോൾഡ് ഫ്രീക്വൻസി ആകുന്നവരെ ഇൻസിഡന്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസി ആകുന്നവരെ ഇലക്ട്രോൺ എമിറ്റ് ആവുന്നില്ല. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആഫ്റ്റർ ത്രഷോൾഡ് ഫ്രീക്വൻസി ഇത് എമിറ്റ് ചെയ്തതിന് ശേഷം കൈനറ്റിക് എനർജിയായി മാറും. അപ്പോൾ നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി ഇപ്പം ഞാൻ പഠിപ്പിച്ചു Kmax ഈക്വൽ ടു EVS എന്നാണ്. അപ്പോൾ Kmax ഈസ് പ്രപ്പോർഷണൽ ടു VS ആ. കൈനറ്റിക് എനർജി കൂടുതലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. അപ്പോൾ അതേ ഗ്രാഫ് വരും, സെയിം ഗ്രാഫ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഓക്കെ, നോക്കിക്കോളൂ. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പേരൊക്കെ കിട്ടാൻ നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് ചോദിക്കും. ഭയങ്കര ഈസിയാണ്, വളരെ സിമ്പിൾ. നോക്കിക്കോളൂ. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, ഐൻസ്റ്റീൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ ഈ ഫോട്ടോ ഇലക്ട്രോൺ യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, വർക്ക് ഫങ്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി, പിന്നെയോ കൈനറ്റിക് എനർജി കൂട്ടാൻ വേണ്ടി. ദാറ്റ് ഈസ് ഈ ഇലക്ട്രോണിന് ഇവിടുന്ന് ഇത് ഫോട്ടോൺ ആണെന്ന് വെച്ചോളൂ. ഈ ഫോട്ടോൺ ഇങ്ങനെ ഇതിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോൺ കൊടുക്കുന്ന എനർജി ഇലക്ട്രോൺ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും, ചാടാൻ വേണ്ടി, ഓടാൻ വേണ്ടി. ദാറ്റ് മീൻസ് വർക്ക് ഫങ്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയും പിന്നെ കൈനറ്റിക് എനർജി കൂട്ടാൻ വേണ്ടി. വർക്ക് ഫങ്ഷൻ പ്ലസ് Kmax, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ എഴുതാം. ഇതിനെ H nu എന്ന് എഴുതാം. ന്യൂ എന്താ? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ. ഇതെന്താ? H nu 0. ഇത് Kmax. അപ്പോൾ ഇതും ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ്. പിന്നെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ hc/λ എന്ന് എഴുതാം. ഇതോ hc/λ0 എന്ന് എഴുതാം പ്ലസ് Kmax. ഓക്കെ, പിന്നെ ഇത് അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ hc കോമൺ ആക്കിയിട്ട് 1/λ മൈനസ് 1/λ0 ഈക്വൽ ടു Kmax എന്ന് എഴുതാം. ഓക്കെ, അതുകൂടാതെ Kmaxന് പകരം എന്ത് എഴുതാൻ പറ്റും? H nu is equal to H nu 0 പ്ലസ് Kmaxന് പകരം EVS എന്നും എഴുതാൻ പറ്റും. എന്താ EVS എന്ന് വെച്ചാൽ Kmax ഈക്വൽ ടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ E ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ എന്താ? ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനാണ്. യെസ്, അത്രയേ ഉള്ളൂ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ. ഓക്കെ, ആ ഭാഗം അവിടെ കഴിഞ്ഞു. പക്ഷേ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പുറകെ അപ്പോൾ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് വേവ് നേച്ചർ ഓഫ് മാറ്റർ ആണ്. ഡി ബ്രോളി പറഞ്ഞിരിക്കുകയാണ്, എവരി മൂവിങ് പാർട്ടിക്കിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് നോൺ ആസ് മാറ്റർ വേവ്സ് എന്ന് അദ്ദേഹം വിളിച്ചത്. അത് പിന്നീട് ഡി ബ്രോളി വേവ്സ് എന്ന് അറിയപ്പെടുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഒരു ഇക്വേഷൻ മാത്രം ശരിക്കും പഠിക്കാനുള്ളൂ അതിനകത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബ്രോളി വേവ്സിൻ്റെ വേവ് ലെങ്ത്, അത് ഡി ബ്രോളി വേവ് ലെങ്ത് എന്നറിയപ്പെടുന്നു അല്ലേ? ഡി ബ്രോയ്സ് എന്നൊക്കെ പറയും. ഡി ബ്രോയ്സ് വേവ് ലെങ്ത് നോക്കൂ, നിങ്ങൾക്കറിയാം E ഈക്വൽ ടു mc² ആണല്ലോ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അതുപോലെ തന്നെ E ഈക്വൽ ടു hc/λ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് hc/λ ഈസ് ഈക്വൽ ടു mc² എന്ന് കിട്ടും. ഒരു സിയും കട്ടായി, അപ്പോൾ ലാംഡ ഈക്വൽ ടു h/mc എന്നാണ് കിട്ടുക. ഓക്കെ, ഇതാണ് ഡി ബ്രോളീസ് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ ഫോട്ടോൺ. ഒരു ഫോട്ടോൺ കാരണം ലൈറ്റിൻ്റെ വെലോസിറ്റി ആണല്ലോ. അപ്പോൾ ഡി ബ്രോളീസ് വേവ് ലെങ്ത് അസോസിയേറ്റ് വിത്ത് ഇനി പാർട്ടിക്കിൾ ആകുമ്പോൾ mv എന്ന് വരും. പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ H M ഒക്കെ H എന്താ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഈ സിക്ക് പകരം v വരും, വെലോസിറ്റി വരും, അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ജനറലി നമുക്ക് പറയാം ഡി ബ്രോളീസ് വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/p. ലാംഡ ഈസ് ഈക്വൽ ടു h/p. ഇതാണ് ഡി ബ്രോളീസ് ഇക്വേഷൻ.
പക്ഷേ ഇത് പല ടേംസിൽ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നോക്കാം നമുക്ക്. എന്താ ലാംഡ ഈക്വൽ ടു h ബൈ പി, ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു h ബൈ എം വി. ഇതറിയണം. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? പി സ്ക്വയർ ബൈ 2m എന്നാ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. അപ്പോൾ പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി ഇങ്ങനെ വരും. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ പിക്ക് പകരം റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി എന്നാവും. ഇമ്പോർട്ടൻറ്റ് കൈനറ്റിക് എനർജിയുടെ ഫോമിൽ. പിന്നെ ഈ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT. ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ +1 പഠിച്ച കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ. അതൊന്നിപ്പോൾ ആലോചിക്കണ്ട, ഇതങ്ങ് പഠിച്ചാൽ മതി ഇനി. ഓക്കെ, KB എന്ന് വെച്ചാൽ എന്താണെന്നോ? ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. T എന്താ? ടെമ്പറേച്ചർ, ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ റൂട്ട് ഓഫ് എന്തായിരുന്നു? 2m കൈനറ്റിക് എനർജിക്ക് പകരം 3/2 KT അല്ലേ വന്നേ, KBT. അപ്പോൾ 2 കട്ടായിട്ട് നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ റൂട്ട് ഓഫ് 3m KBT. ഈ ഇക്വേഷനും കൂടെ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ലാംഡ ഡി ബ്രോഗ്ലിസ് വേവ് ലെങ്ത് ഓഫ് എനി ചാർജ് അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് v വോൾട്ട്. ഓക്കെ, v വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു Q എന്ന ചാർജിന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡി ബ്രോഗ്ലിസ് വേവ് ലെങ്ത് നോക്കൂ. ഈ Q എന്ന് പറയുന്ന ഒരു ചാർജ് V എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ വെച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന കൈനറ്റിക് എനർജി എന്താണെന്നോ? Q ഇൻറ്റു V എന്ന്. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി എന്നുള്ള ആ ഇക്വേഷനിൽ ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് വരും? h ബൈ റൂട്ട് ഓഫ് 2m QV. ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ കേട്ടോ, 2m QV. അപ്പോൾ ഇലക്ട്രോൺ ഒക്കെ ആണെങ്കിലോ, ലാംഡ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിലോ h ബൈ റൂട്ട് ഓഫ് 2 മാസ് ഓഫ് ഇലക്ട്രോൺ ചാർജ് ഓഫ് ഇലക്ട്രോൺ E ആണ് V. ഓക്കെ, അത് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി അവസാനം പറഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ അടുത്ത വീഡിയോയിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് പഠിച്ചേക്കണം. ഓക്കെ എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.